ഹായ് ഹായ് ഹലോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചെട്ടികുളങ്ങരയ്ക്ക് കുഞ്ഞിൻ്റെ വഴിപാട് നടത്താൻ പോകുന്ന വീഡിയോ ആണ്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും കുളിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി. റോഡ് പണിയൊക്കെ ആയ കാരണം കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ഇടവഴിയൊക്കെ കയറി ബൈപ്പാസ് കയറിയാണ് ഞങ്ങൾ പോകുന്നത്. ദൂരോട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള അമ്പലമായ മണ്ണാറശാല അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് പോകുന്നത്. അമ്പലത്തിൽ ചെന്ന് കുളത്തിൽ കാലൊക്കെ കഴുകി പുറ്റും മുട്ടയൊക്കെ വഴിപാടായി മേടിച്ച് യക്ഷിയമ്മയും നാഗരാജാവിനെയും തൊഴുത് ഞങ്ങൾ തിരിച്ചു. അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ചായക്കടയിൽ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ബുക്കുമൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് തൊട്ടടുത്തുള്ള നമ്മുടെ ഹരിപ്പാട് അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് ചെട്ടികുളങ്ങരയ്ക്ക് പോകുന്നത്. അപ്പോൾ ഹരിപ്പാട് അമ്പലത്തിൽ കയറി അവിടെ വലമൊക്കെ വെച്ച് എൻ്റെ മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ
ഹരിപ്പാട് അമ്പലത്തിലെ മയിലിനെ കാണാൻ പോകുന്നത്. അമ്പലത്തിൽ തൊഴുതിറങ്ങി കഴിയുമ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു ഓട്ടമാണ്. അമ്പലത്തിൽ ചെന്ന് മയിലിനെയൊക്കെ കണ്ട് ഭഗവാനെയൊക്കെ തൊഴുത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ചെട്ടികുളങ്ങര അമ്മയെ കാണാൻ. ചെട്ടികുളങ്ങരയ്ക്ക് പോകുന്ന വഴിയിൽ തേരുണ്ടാക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവിടെ ഒരു 2 കാളകളെ ഉണ്ടാക്കുന്നത് ഞാൻ ഇറങ്ങിയപ്പോൾ അത് തുടക്കം മാത്രമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയുള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോകുന്ന വഴിക്കുണ്ടായിരുന്നു. ചെട്ടികുളങ്ങര അമ്മേനെ നമ്മൾ എല്ലാ വർഷവും തൊഴാൻ പോകുന്നതാണ്. അത് പ്രധാനമായിട്ടും തൊഴാൻ പോകുന്നത് ഈ കുംഭഭരണി നാളിലാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് മൺഡേ ആയതുകൊണ്ട് ഓഫീസിൽ ലീവൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ടാണ് ഈ ശിവരാത്രിയുടെ അന്ന് ഞങ്ങൾ പോകുന്നത്. കൂടുതലും ശിവരാത്രിയുടെ അന്ന് പോകാൻ കാരണം കുഞ്ഞിൻ്റെ ഒരു വഴിപാട് നടത്താനാണ് പോകുന്നത്. അത് പാവയ്ക്ക് പാവാട കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ശിവരാത്രിയുടെ അന്ന് മുതൽ കുംഭഭരണിയുടെ അന്ന് വരെയാണ് കൊടുക്കാൻ പറ്റുന്നത്. ചാടിലിടുന്ന പാവയ്ക്കാണ് ഈ പാവാട കൊടുക്കുന്നത്. അപ്പം അതിനുവേണ്ടി പോയി അമ്മേനെ തൊഴുതിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇത് വന്ന് ചെട്ടികുളങ്ങര അമ്മേനെ തൊഴുത് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ അമ്പലത്തിനടുത്തുനിന്ന് തന്നെ പാവയ്ക്ക് കൊടുക്കാനുള്ള പുകലയും വെറ്റയും പാക്കും മുല്ലപ്പൂവൊക്കെ വാങ്ങി അവിടെ നിന്ന് നമ്മൾ പാവാട മേടിക്കാനായിട്ട് അവിടെ ഒരു അടുത്ത് തന്നെ ഒരു ചേട്ടൻ തയ്ക്കുന്നുണ്ട്. അവിടെ ചെന്ന് പാവാടയും മേടിച്ച് നമ്മൾ പാവയ്ക്ക് കൊടുക്കാൻ പോകുന്നു. അവിടെ പാവയ്ക്ക് കൊടുക്കുന്ന അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെയൊക്കെ കെട്ടി 2 പാവേനെ ഇരുത്തിയിട്ടുണ്ട്. ആ പാവ ഈരേഴ് തെക്കെന്നാണ് ആ കുടുംബം അറിയുന്നത്. ആ ഈരേഴ് തെക്ക് കുടുംബത്തിലാണ് നമ്മൾ പാവയ്ക്കുള്ള പാവാട സമർപ്പിക്കുന്നത്. അവിടെ ചെന്ന് പാവാടയും വെറ്റയും പാക്കും മുല്ലപ്പൂവും ദക്ഷിണയായിട്ട് നമ്മൾ പാവയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ അവിടെ തന്നെ നിന്ന് പാവയ്ക്ക് അവിടുത്തെ കുടുംബത്തിലെ ആൾ പാവാട ഉടുപ്പിക്കും. ആ പാവാട ഉടുപ്പിച്ച് നമ്മൾ കൊണ്ടുപോയി ചെന്ന മുല്ലപ്പൂവൊക്കെ പാവയെ ചൂടിച്ച് വെറ്റയും പാക്കും എല്ലാം വെച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളത് തൊഴുത് സന്തോഷമായിട്ട് ഇറങ്ങി.
അടുത്ത് ഒരു ചാടുണ്ടാക്കുന്ന സ്ഥലത്തും കൂടെ ഞങ്ങൾ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ തുടക്കങ്ങളൊക്കെ 3/4 ഭാഗം വരെ ആയിട്ടുള്ളൂ, കെട്ടിപ്പൊക്കുന്നേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് 23-ാം തീയതി നല്ല രസമാണ് കാണാൻ. എന്നിട്ട് ചാട് തേര് വഴി വലിച്ചാണ് അമ്പലത്തിൽ കൊണ്ടുവരുന്നത്. അത് നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോയ അമ്പലത്തിലെല്ലാം നന്നായിട്ട് തൊഴാൻ പറ്റി. എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം മക്കളുമായിട്ട് നടത്താനും സാധിച്ചു. അപ്പോൾ